ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ മുകുന്ദമാല സ്തോത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12 ശ്ലോകങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ 13ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭവജലധിമഗാധം ദുസ്തരം നിസ്തരേയം കഥമഹമിതി ചേതോ മാ സ്മഗാഃ കാതരത്വം സരസിജദൃശിദേവേ താവകീ ഭക്തിരേകാ നരകഭിദിനിഷണ്ണാ താരയിഷ്യത്യവശ്യം. എന്താണ് ഇവിടെ പറയുന്നത്? നമുക്ക് നോക്കാം. ചേതഃ, അല്ലയോ മനസ്സേ. വീണ്ടും അവിടെ മനസ്സിനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? അഗാധം, ആഴമേറിയതും, അതായത് വളരെ ആഴമുള്ളതും, ദുസ്തരം, കടക്കാൻ പ്രയാസമുള്ളതുമായ ഇയം ഭവജലധിം, ഈ സംസാര സമുദ്രത്തെ, അഹം, ഞാൻ, കഥം, എങ്ങനെ, നിസ്തരേയം, കടക്കും, ഇതി, എന്നിങ്ങനെയുള്ള കാതരത്വം, ദീനചിന്തയെ, മാ ഗാഃ സ്മഃ, നീ പ്രാപിക്കരുത്. സരസിജ ദൃശി, താമരക്കണ്ണനും, അതായത് ചെന്താമരാക്ഷനും, നരകഭിതി, നരകത്തെ നശിപ്പിക്കുന്നവനുമായ, അതല്ലെങ്കിൽ നരകാസുരനെ വധിച്ചവനുമായ ദേവേ, ഭഗവാനിൽ, നിഷണ്ണ, അർപ്പിക്കപ്പെട്ട, താവകി, നിന്റെ, ഏകാ ഭക്തി, ഭക്തി ഒന്നു തന്നെ, അവശ്യം, നിശ്ചയമായും, താരയിഷ്യതി, നിന്നെ കടത്തിവിടും എന്ന് പറയാണ്. അപ്പോൾ കടക്കാൻ വിഷമമുള്ള അഗാധമായ ഈ സംസാര സമുദ്രത്തെ എങ്ങനെയാണ് കടക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട്, അല്ലയോ മനസ്സേ, നീ ദീനയാകേണ്ട. താമരക്കണ്ണനായ ആ ഭഗവാനിൽ, ശ്രീകൃഷ്ണ ഭഗവാനിൽ വെച്ചിട്ടുള്ള നിന്റെ ഭക്തി തന്നെ നിന്നെ കടത്തിവിടും എന്ന് പറയാണ്. അപ്പോൾ സംസാര സമുദ്രത്തിൽ കിടന്ന് കുടുംബത്തെ രക്ഷിക്കുവാൻ മാർഗമില്ലാതെ വിഷമിക്കുന്ന ജനങ്ങൾക്ക് സംസാര സമുദ്രം കടക്കുവാനുള്ള ഒരേയൊരു ഉപായം ഭഗവാൻ ശ്രീകൃഷ്ണനിലുള്ള, വിഷ്ണുവിലുള്ള ഭക്തി മാത്രമാണ് എന്ന് കവി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ഭഗവാനെ ഭജിക്കുവാൻ ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി 14ാമത്തെ ശ്ലോകം. തൃഷ്ണാതോയേ മദനപവനോദ്ധൂതമോഹോർമിമാലേ ധാരാവർത്തേ തനയ സഹജഗ്രാഹസംഖാകുലേ ച സംസാരാഖ്യേ മഹതി ജലധോ മജ്ജതാ നസ്ത്രിധാമൻ പാദാംഭോജേ വരദ ഭവതോ ഭക്തിനാവം പ്രയച്ഛ. ത്രിധാമൻ, ഭൂമി, അന്തരീക്ഷം, സ്വർഗം എന്നീ 3 ലോകങ്ങളാകുന്ന വാസസ്ഥാനത്തോടു കൂടിയവനും, അതായത് ത്രിലോക വ്യാപിയായവനും, വരദ, ശ്രേഷ്ഠമായതിനെ നൽകുന്നവനുമായ, അല്ലെങ്കിൽ വരങ്ങളെ ദാനം ചെയ്യുന്നവനുമായ ഭഗവാനെ, തൃഷ്ണാതോയെ, അത്യാഗ്രഹമാകുന്ന ജലത്തോടും, മദന പവനോദ്ധൂത മോഹോർമിമാലേ, കാമദേവനാകുന്ന കൊടുങ്കാറ്റടിച്ച്
ഇളകി മറിയുന്ന തിരമാലകളോടും ധാരാവർത്തേ ഭാര്യയാകുന്ന നീർച്ചുഴിയോടും തനയ സഹജഗ്രാഹ സംഘാകുലേച്ച പുത്രന്മാർ സഹോദരന്മാർ എന്നീ മുതലകളോടുകൂടിയതും സംസാരാഖ്യേ സംസാരമെന്നു പേരുള്ളതുമായ മഹതി ജലധോ വലിയ സമുദ്രത്തിൽ മജ്ജതാം താണുകൊണ്ടിരിക്കുന്ന നഹ ഞങ്ങൾക്ക് ഭവതഃ അങ്ങയുടെ നിന്തിരുവടിയുടെ പാദാംഭോജേ പാതാരവിന്ദങ്ങളിൽ ഭക്തിനാവം ഭക്തിയാകുന്ന തോണിയെ പ്രയച്ഛ നൽകി അനുഗ്രഹിച്ചാലും എന്ന് പറയുകയാണ് അവിടെ. നമ്മൾ കാണുകയാണ് ഇവിടെ അത്യാഗ്രഹങ്ങളാകുന്ന ജലത്തോടു കൂടിയതും കാമദേവനാകുന്ന വായുവിനാൽ ഇളക്കപ്പെട്ട മോഹങ്ങളാകുന്ന തിരമാലകളോട് കൂടിയതും ഭാര്യയാകുന്ന ചുഴിയോട് കൂടിയതും പുത്രന്മാരും സഹോദരന്മാരുമാകുന്ന മുതലകളെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ളതുമായ സംസാരമാകുന്ന ഈ വലിയ സമുദ്രത്തിൽ മുങ്ങുന്ന ഞങ്ങൾക്ക് അല്ലയോ വരങ്ങളെ ദാനം ചെയ്യുന്ന ഭഗവാനെ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തിയാകുന്ന തോണിയെ തന്നാലും അതുകൊണ്ട് ഞങ്ങൾ സംസാര സമുദ്രം കടക്കട്ടെ എന്ന് പറയുകയാണ്. സംസാരത്തിൽ കിടന്ന് വിഷമിക്കുന്നവരുടെ പ്രാർത്ഥനയാണിത്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തിയാകുന്ന തോണി കൊണ്ട് മാത്രമേ ഈ സംസാര സമുദ്രത്തെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഭക്തി ഉണ്ടാകുവാനും ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണമെന്നർത്ഥം. ആ ഭക്തി ഉണ്ടായാലോ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എളുപ്പമാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് വരുന്ന ശ്ലോകങ്ങൾ നമുക്ക് വരുന്ന ദിവസം പഠിച്ചു പോകാം. ഈ ശ്ലോകങ്ങൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പണം ചെയ്യുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.